ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ സൺഡേ ടോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും യുവർ ബോഡി ഈസ് യുവർ ഫസ്റ്റ് റെപ്യൂട്ടേഷൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ആദ്യത്തെ റെപ്യൂട്ടേഷൻ തന്നെ. ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ പേരറിയില്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ അറിയില്ല, ബാങ്ക് ബാലൻസ് അറിയില്ല, നിങ്ങൾ എത്ര സ്നേഹമുള്ള വ്യക്തിയാണോ എന്നൊന്നും അറിയില്ലെന്ന് ഓർത്തോട്ടെ. പക്ഷേ അയാൾ നിങ്ങളെ വളരെ സൈലൻ്റ് ആയിട്ട് തന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളിൽ നിന്ന് വരുന്ന ആ എനർജി, നിങ്ങളുടെ ആ പോസ്റ്റർ, നിങ്ങളുടെ ആ ഗ്രൂമിങ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ അയാൾ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര കെയർലെസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, നിങ്ങൾ എത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, നിങ്ങളെ എത്രമാത്രം ടേക്ക് കെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ അയാൾ അസ്യൂം ചെയ്യുവാണ് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും, കെയർലെസ് ആയിരിക്കും എന്നുള്ളതും അവർ അസ്യൂം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഒന്നും അല്ല, ഇതൊരു സിഗ്നൽ നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മളിൽ നിന്ന് പോകുന്ന ഒരു സിഗ്നലാണ് മറ്റുള്ളവരിലേക്ക്. നമ്മൾ നമ്മുടെ ലൈഫ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച്, നമ്മൾ എത്രമാത്രം നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നു, നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നതും. അവർ പോലും അറിയാതെയായിരിക്കാം. അപ്പോൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് അത് ഒരു ലക്ഷറി അല്ല നമ്മുടെ ലൈഫിൽ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക് റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ്. മൂവ് യുവർ ബോഡി. ഇപ്പോൾ നമ്മൾ ഒത്തിരി ആക്റ്റീവ് ഒന്നും അല്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നടക്കാൻ പോവുക, ഡാൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ ജിമ്മിൽ പോവുകയൊക്കെ ചെയ്യുക, നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രൂം ചെയ്യുക, നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുക. അതുപോലെ തന്നെ മൈൻഡ്ഫുൾ ആയിട്ടായിരിക്കണം നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുക. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഇതൊരു ലക്ഷറി ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തി ഒന്നും പറയേണ്ട കാര്യമില്ല ഞാൻ ഇങ്ങനെയാണ് എന്ന്. അവരുടെ ദേഹം തന്നെ സംസാരിക്കുന്നുണ്ട്. ഐ ആം കേപ്പബിൾ, ഐ ആം റെസ്പോൺസിബിൾ, ഐ മാറ്റർ എന്നുള്ളത് അത് അവരിൽ നിന്ന് തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും കേൾക്കാറുള്ള ഒരു കാര്യമാണ് പ്രായമുള്ളവരെ ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്, അല്ലേ? അതിന് മെയിനായിട്ടുള്ള റീസൺ എന്താണെന്നുണ്ടെങ്കിൽ, ആ പ്രായമാകുമ്പോൾ മിക്കവാറും പേര് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് കാണുകയാണ്. പിന്നെ അവരെ തന്നെ ടേക്ക് കെയർ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ടേക്ക് കെയർ ചെയ്യുന്നവരെ ആ ഡിഗ്നിറ്റി കാണുമ്പോൾ മറ്റുള്ളവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. നമ്മളെ തന്നെ ആ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ വേൾഡ് ഫോളോസ്. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള വിഷയം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ നൗ.